ഹലോ ഫ്രണ്ട്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഗൂഗിൾ അനലിറ്റിക്സ് ഫോർ അല്ലെങ്കിൽ GA4 എന്ന വെബ്സൈറ്റ് ട്രാഫിക് അറിയുന്നൊരു ടൂളിനെ പറ്റിയാണ്. അത് നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഗൂഗിൾ അനലിറ്റിക്സ് നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഗൂഗിൾ അനലിറ്റിക്സ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ അനലിറ്റിക്സ് പ്ലാറ്റ്ഫോമാണ്. അതിപ്പം ഗൂഗിൾ നിർത്തി GA4ലേക്ക് ഗൂഗിൾ അനലിറ്റിക്സ് 4ലേക്ക് മൈഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഗൂഗിൾ അനലിറ്റിക്സ് 4ന് GA4നെ കണ്ട ഒത്തിരി ബെനിഫിറ്റ്സും കാര്യങ്ങളും ഉണ്ട്. അതാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ് ഇങ്ങനെയാണ്. വളരെ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല, ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. കുറച്ച് ഫീച്ചേഴ്സ് അവിടെ ഇവിടെ മാറി കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ഒരു വെബ്സൈറ്റിൻ്റെ ലൈവ് ട്രാഫിക് എങ്ങനെ കാണാമെന്നുള്ളതാണ്. വളരെ ഈസിയാണ്, കൊച്ചു പിള്ളേർക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നേ ഉള്ളൂ. ഇതാണ് GA4ൻ്റെ ഒരു ഡാഷ്ബോർഡ് ഹോം പേജ്. ഞാനൊരു ഡമ്മി വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ട്രാഫിക്കാണ്. ട്രാഫിക് വളരെ കുറവാണ്. 3 യൂസേഴ്സ് ഉണ്ട് ലാസ്റ്റ് 7 days. ലൈവ് ട്രാഫിക് ആണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ബോക്സ് ഉണ്ട്, യൂസേഴ്സ് ഇൻ ലാസ്റ്റ് 30 minutes. അതിനകത്ത് നമുക്ക് ലൈവ് ട്രാഫിക് കാണാൻ പറ്റും, അല്ല റിയൽ ടൈം ട്രാഫിക് കാണാൻ പറ്റും. അപ്പോൾ റിയൽ ടൈം ട്രാഫിക്കിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമുക്ക് ഇവിടെ താഴെ ഒരു ഇതുണ്ട്, വ്യൂ റിയൽ ടൈം എന്നൊരു ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 3-4 മെനു ഉണ്ട്. ഞാൻ റിപ്പോർട്ട്സ് എന്ന മെനു ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റിപ്പോർട്ട്സിനകത്ത് റിയൽ ടൈം എന്നൊരു ലിങ്ക് ഉണ്ട്, സെക്കൻഡ് ലിങ്ക്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റിയൽ ടൈം ട്രാഫിക്കിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ലാസ്റ്റ് 30 minutes 2 പേരുണ്ട്. ഏത് ലൊക്കേഷനാണ് വന്നതെന്നുള്ള ഇവിടെ കാണിക്കും. ഓക്കെ, കൃത്യമായിട്ട് അത് പോയിന്റ് ചെയ്ത് കാണിക്കും ഏത് ലൊക്കേഷനാണെന്നുള്ളത്. താഴോട്ട് പോകാമെങ്കിൽ ട്രാഫിക് സോഴ്സ് കാണിക്കും. ഡയറക്റ്റ് ആണോ, ഓർഗാനിക് ആണോ, അതോ സെർച്ച് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ വഴി വന്നതാണോ, അതോ പെയ്ഡ് അഡ്വർടൈസിങ് വഴി വന്നതാണോ, അതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കും. പിന്നെ യൂസേഴ്സ്, സെക്കൻഡ് ബോക്സിൽ യൂസേഴ്സ് കാണിക്കും. ന്യൂ യൂസേഴ്സ് ആണോ, റിട്ടേണിങ് യൂസേഴ്സ് ആണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ കാണിക്കും. ലാസ്റ്റ് ബോക്സിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഏതൊക്കെ പേജുകളിലാണ് ഈ ട്രാഫിക് കടന്നു പോയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. ഇത് വളരെ ഈസിയാണ്. ആദ്യമായിട്ട് നിങ്ങൾ GA4 യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നൊരു ഡാഷ്ബോർഡാണിത്. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പോലെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ആദ്യമായിട്ട് ചാനൽ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. കാരണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ബൈ.